ഹലോ, ഇന്ന് നമുക്ക് ഒരു എൻട്രി പ്രതീക്ഷിക്കാം. ഇന്ന് ഞാനൊരു CECIDക്കാണ് നമുക്ക് എൻട്രി ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. CPR ലെവലും പിന്നെ നമുക്ക് മൂവിങ് ആവറേജിൻ്റെതും സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് 48,700 അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രി കൺഫേം ആക്കാൻ പോവാണ്. ടാർഗറ്റ് എന്തായാലും CPR ലെവലിലേക്ക് വയ്ക്കാം. അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. നമുക്ക് ടാർഗറ്റ് അടിക്കുമോ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം കേട്ടോ. എന്തായാലും ഈ ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. താഴോട്ട് ചാൻസ് കുറവായിട്ടാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും താഴോട്ട് വരികയാണെങ്കിലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇനി അതല്ലെങ്കിൽ വലിയൊരു ടാർഗറ്റും, അത്രയേ ഉള്ളൂ. ഹലോ, മാർക്കറ്റ് ഒരുപാട് താഴെ പോയി പിന്നെയും മുകളിലോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സംഭവം സിംപിളി മാർക്കറ്റ് അപ്പ് ട്രെൻഡ് തന്നെയാണ്, അതാണ് സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ സ്റ്റോപ്പ് ലോസ് തട്ടിയപ്പോൾ ഞാനവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് ലോസ് എടുക്കാൻ വയ്യ എന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ മുകളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരുപാട് സ്റ്റോപ്പ് ലോസ് വേണ്ട, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ പ്രീമിയം കൂടെ ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് മാറ്റാനാണ് ഞാൻ ഒന്ന് എക്സിറ്റായി. കാണിച്ചു തരാം, നമുക്ക് ട്രേഡ് കാണിച്ചു തരാം. സംഭവം ബാങ്ക് നിഫ്റ്റി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ക്യാപിറ്റലും സ്ട്രൈക്ക് പ്രൈസൊക്കെ ഭയങ്കര വലിയ സ്ട്രൈക്ക് പ്രൈസായിരുന്നു. ക്യാപിറ്റൽ 9 lakhs അടുത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് നോക്കിയിട്ടുണ്ടായില്ല. എൻട്രി എടുക്കുന്ന ടൈമിൽ ടോട്ടൽ ക്യാപിറ്റൽ യൂസ്ഡ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അത് ഭയങ്കര ലോസിലേക്ക് വന്നു. 50,000 60,000 ഒക്കെ ലോസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും അത് 50-60 ആ റേഞ്ചിൽ പ്രോഫിറ്റും വന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്
ഞാൻ പിന്നെയും എൻട്രി മാറ്റിയെടുത്തു. അതായത് 48,000 നമുക്കൊരു 48,400 ഒരു എൻട്രി എടുത്തു, 342 രൂപേൻ്റെ റേറ്റിൽ. അപ്പോൾ അത് തന്നെ എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ആ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ച് എൻട്രിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ തന്നെയാണ് എക്സിറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എൻട്രി എടുത്തു. അത് നേരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ടോട്ടൽ നമുക്കൊരു 51,000 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ വലിയ എൻട്രീൻ്റെ നമുക്കൊരു പ്രോഫിറ്റ് ഒരു 23 ഉള്ള കാരണം നമുക്കൊന്നൊരു 26,000 രൂപ നമുക്ക് ലോസാണ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 ലാക്സിൻ്റെ അടുത്തോളം നമുക്ക് ഇതിൽ ലോസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ റിയൽ ട്രേഡിലായാലും ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. ആ എമൗണ്ട് മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതേ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ CPRൻ്റെ ഈ ലെവലിൽ തന്നെ ഞാനത് എക്സിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ലോസാണ്, കാര്യമില്ല, കുഴപ്പമില്ല. കുറച്ച് ദിവസമായി നമ്മൾ ഒരു 1 വീക്കായി നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല, അതുകൊണ്ട് സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രേഡ് എടുത്തപ്പോൾ അത് ലോസാണ്, കാര്യമില്ല, നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വന്നു, അത്രയേ ഉള്ളൂ. ഒരു 10% ആണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ 10% to 20% ആണ്. റിയൽ ട്രേഡിൽ എനിക്ക് 20% അടുത്തോളം ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ എന്തായാലും മാറ്റാതെ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ റേഞ്ചിൽ, ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ്, ഇത് ഏതായാലും ഒന്ന് വൃത്തിയായിട്ട് എന്തായാലും ഒന്ന് ക്ലീനായിട്ട് എടുത്തിട്ട് ഇറങ്ങുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ലോസ് വരുമ്പോൾ മേടിച്ചിരിക്കുക, എക്സിറ്റ് ആവുക, എന്നിട്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്ത് ഒരു 10 ട്രേഡ് സ്കാൽപ്പ് ചെയ്യണേക്കാട്ടും നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു പ്ലാൻ ഇടുക, ഡെയിലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇടുക. ചിലപ്പോൾ അത് സക്സസ് ആവും. എന്തായാലും നമ്മുടെ ട്രേഡുകളിലെല്ലാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 60% 70% നമുക്ക് കറക്റ്റ് ട്രേഡായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ നന്നാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുറച്ചും കൂടെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നോക്കി ഒരുപാട് മാർക്കറ്റിൽ ഇരുന്ന് ഒന്ന് റിസർച്ചൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വിന്നിങ് റേഷ്യോ നമുക്കൊരു 80% 85% അത്ര തന്നെ ആക്കാൻ പറ്റുള്ളൂ. എല്ലാ 100% എന്തായാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ട്രേഡും എടുക്കുന്ന എല്ലാ ട്രേഡും പ്രോഫിറ്റ് തന്നെ ആവണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോ ടൈമിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെറുതായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ. അതെല്ലാം നമ്മൾ എത്ര ക്ലിയർ ആയാലും മാർക്കറ്റ് എങ്ങോട്ട് പോകണം മാർക്കറ്റിന് തീരുമാനം, നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് പോകില്ല. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇങ്ങനെയായിരുന്നു. ചെറിയ ലോസ് ഒരു 26,000 നമുക്ക് ഇന്ന് ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നാളത്തേക്ക് നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു 3 മണി അല്ലെങ്കിൽ 2:30 ശേഷം ഒന്നും ഞാൻ ട്രേഡൊന്നും അധികം വെക്കാറുമില്ല. അപ്പോൾ എന്തായാലും ഇനി നാളത്തേക്ക് മാർക്കറ്റ് നോക്കി നമുക്ക് എൻട്രി എടുക്കാം.